ആവശ്യമില്ലാത്ത കാര്യത്തിന് താൻ എപ്പോഴും വഴക്കുണ്ടാക്കി ശീലിക്കുകയാണല്ലോ. ഡാഡിക്ക് എന്താ മമ്മി പറയുന്നതനുസരിച്ച് അവളെ അവളുടെ വീട്ടുകാരെ നോക്കട്ടെ. എടി മോളെ, കുടുംബത്തിനെ ചതിച്ച് നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോയിട്ട് വീണ്ടും നീ ഇവിടെ കാലുറപ്പിച്ചിട്ടേ ഉള്ളൂ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് പിന്നെയും സൂര്യയുടെ ദേഷ്യം പിടിച്ച് വാങ്ങണ്ട. മനസ്സിലായോ നിനക്ക്? ഡാഡി, വെറുതെ മമ്മി ഇറിറ്റേറ്റ് ചെയ്യണ്ട. അവൾ ഇവിടെ നിൽക്കുന്നത് ഡാഡി മാത്രമേ അനുകൂലിക്കുന്നുള്ളൂ. ആ, അത് ചിലപ്പോ സത്യമായിരിക്കാം. എന്റെ മകനൊരു കുഞ്ഞ് ജനിക്കാൻ പോകും. ഞാനതിന്റെ സന്തോഷത്തിലുമാണ് അഭിമാനത്തിലുമാണ്. രാജുവേട്ടാ, രാജുവേട്ടാ, രാജുവേട്ടോ, രാജുവേട്ടാ തുടങ്ങി. ഇനി നന്ദിനിയുടെ കാര്യങ്ങൾ സമയാസമയങ്ങൾ ആരാ നോക്കുക? അതിന് വിഷമിക്കുന്നത് എന്തിനാ? ഇവിടെ രാജുവും കനകയ്ക്കുണ്ടോ? രാജുവേട്ടാ, നന്ദിനിക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചിട്ട് വേണം ഇനി മുതൽ പാചകം ചെയ്യാൻ. കൃത്യസമയത്ത് നന്ദിനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കണം. പിന്നെ രാജുവേട്ടനോ കനകയോ ആരെങ്കിലും ഒരാൾ കൃത്യമായിട്ട് അവളുടെ കൂടെ ഉണ്ടാവണം. ഒരു നിമിഷം പോലും നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോലേ. പറഞ്ഞു കേട്ടല്ലോ. ശരി ശരി സാർ, ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം സാർ. ഓക്കെ. പിന്നെ അച്ഛാ, എനിക്കറിഞ്ഞുകൂടാ, ഈ ഇംഗ്ലീഷ് മെഡിസിൻസ് അധികം കഴിക്കുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അച്ഛന് പരിചയമുള്ള ഏതെങ്കിലും ആയുർവേദ വൈദ്യനെ പോയി കണ്ടിട്ട് എന്താ പറയാ, ഈ ദേഹരക്ഷയ്ക്ക് എന്തൊക്കെ വേണമെന്ന് പറയില്ലേ, അതൊക്കെ അയാളെ കൊണ്ട് കഴിപ്പിക്കണം. എടാ, നീ ഇങ്ങനെ എക്സൈറ്റഡ് ആവാതെ ഒന്ന് അടങ്ങ്. എടാ, നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. അച്ഛാ, പിന്നെ ഒരു കാരണവശാലും ഗർഭിണിയായ പെണ്ണിന് ഒരു സ്ട്രെസ്സും കൊടുക്കാൻ പാടില്ല എന്നാ പറയുന്നേ. ഈ വീട്ടില് ഒരു തരത്തിലുള്ള വഴക്കും ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് നന്ദിനിയോട് ഒരാൾ പോലും എതിർത്ത് ഒരു വാക്ക് പറയാൻ പാടില്ല. രാജോട്ടാ, രാജോട്ടാ, 2 കാപ്പി എടുത്ത് മുറിയിലോട്ട് കൊണ്ടുപോവാ. ഞാൻ അയാളുടെ അടുത്ത് ചെന്നിരിക്കട്ടെ. നോക്കി മത്തക്കെ. ഒരു മിനിറ്റ്. അത് പിന്നെ അളിയാ, കുറച്ച് ദിവസത്തേക്ക് ഞാൻ ചിലപ്പോൾ കമ്പനിയിൽ വരില്ല. ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണോ അത് കൃത്യമായിട്ട് അളിയൻ അങ്ങ് ചെയ്താൽ മതി. ഇപ്പഴേ അവളുടെ അടുത്തിരുന്നില്ലേ ശരിയാവില്ല. അതുകൊണ്ടാ ഈ കള്ളൻ. അങ്ങനെ ഒരു കുഞ്ഞ് ഈ വീട്ടിൽ ജനിക്കാൻ പാടില്ല. ഇത്രയും നേരം അവൻ മുമ്പ് നിൽക്കുമായിരുന്നല്ലോ, പറയാറുന്നില്ലേ അവനോട്? ഞാൻ പറയുന്നത് ആര് കേൾക്കുന്നൊന്നും എനിക്കറിയണ്ട. ഈ കുഞ്ഞ് ജനിക്കട്ടെ എന്നുള്ള തീരുമാനമാണെങ്കിൽ ജനിക്കാതിരിക്കാനുള്ള മാർഗം ഞാൻ നോക്കും. അളകാപുരിയിലെ പത്മയ്ക്ക് വേലക്കാരിയുടെ കുഞ്ഞിനെ താലോലിക്കാനുള്ള ഗതികേടൊന്നുമേ ഉണ്ടാവില്ല. അങ്കിൾ, ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ കോംപ്രമൈസ് ചെയ്യുന്നതാ നമ്മുടെ കുടുംബത്തിന് നല്ലത്. എന്ത് കോംപ്രമൈസാ വേണ്ടത്? നീ പറ. എല്ലാവരോടുമായിട്ട് ഞാനൊന്ന് പറയാം. പത്മയുടെ ദേഷ്യം ഇരട്ടിപ്പിക്കുന്ന വിധത്തിൽ ആരുടെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടാവാൻ പാടില്ല. ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ അമ്മയുടെ കൂടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ സൂര്യയ്ക്ക് മുമ്പ് പ്രതികരിക്കുന്നത് ഞാനായിരിക്കും. മനസ്സിലായോ?
മിത്ര, നീ കുറച്ചു മുമ്പ് ആരോടാ ഫോണിൽ സംസാരിച്ചേ? ഞാൻ ആരോട് സംസാരിച്ചാൽ അമ്മയ്ക്ക് എന്താ? നീ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. ആരോ എവിടെയോ ഗർഭിണിയായാൽ നിനക്കെന്താ പ്രശ്നം? ആരോ എവിടെയോ ഗർഭിണിയായതല്ല, ഗർഭിണിയായത് നന്ദിനിയാ. അതിനെന്താന്നാ ഞാൻ ചോദിക്കുന്നത്. എനിക്കൊന്നുമില്ല. ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ സൂര്യ. നിർത്തടി. നീ ആഗ്രഹിക്കുന്ന സൂര്യയോ? നിന്റെ കൺമുന്നിൽ വെച്ച് വേറൊരു പെണ്ണിന്റെ താലി കെട്ടി അവളെ കൊണ്ടുപോയി സ്വന്തം വീട്ടിൽ പൊറപ്പിക്കുന്ന ഒരുത്തൻ ഇപ്പൊ അവളുടെ കുഞ്ഞിന്റെ അച്ഛനാകാൻ പോകുന്നു. അവൻ എങ്ങനെയാടി നിന്റെ സൂര്യയാകുന്നത്? നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. നീ കാണിക്കുന്ന ഭ്രാന്തിനനുസരിച്ച് നിന്റെ അച്ഛൻ തുള്ളുമായിരിക്കും. പക്ഷെ എനിക്കത് പറ്റില്ല. ഇനിയെങ്കിലും നിർത്തിക്കൊള്ളണം നിന്റെ പകയും പ്രതികാരവും. എന്നിട്ട് കൊള്ളാവുന്ന ഒരുത്തനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. സൂര്യയുടെ കാര്യത്തില് എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട. ആരും സൂക്ഷിച്ച് എന്റെ അടുത്ത് സംസാരിക്കാവൂ. കൊല്ലാൻ വരെ തയ്യാറായിട്ടാ ഞാൻ നടക്കുന്നേ. സ്വന്തം അമ്മയെ കൊന്നു എന്ന ചീത്ത പേര് എനിക്ക് കേൾപ്പിക്കരുത്. നീ അത് ചെയ്യും. നീ എങ്ങനെ ചെയ്താലും നിന്റെ അച്ഛൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. യെസ്, സ്വന്തം മകളുടെ വേദന അറിയുന്ന ആളാ എന്റെ അച്ഛൻ. അതില് നിങ്ങൾ അഭിപ്രായം പറയണ്ട. ആ കുടുംബം എന്നോട് ചെയ്തതൊക്കെ നിങ്ങൾ ചിലപ്പോ പൊറുക്കുമായിരിക്കും. പക്ഷെ ഞാൻ പൊറുക്കില്ല. ജീവനുള്ള കാലം വരെ പൊറുക്കില്ല. എന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിപ്പോ. നിന്നെ പറഞ്ഞ് തിരുത്താൻ നോക്കിയിട്ട് കാര്യമില്ല. വാശി തീർക്കാൻ തുനിഞ്ഞിറങ്ങി പുറപ്പെട്ടവളല്ലേ? മമ്മി, അവള് വരുന്നുണ്ട്. നിക്ക്. എന്താ നിന്റെ ഉദ്ദേശം? നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ മാസങ്ങൾക്ക് മുമ്പേ ഞാൻ പറഞ്ഞതാ. അന്ന് കരഞ്ഞും തർക്കിച്ചും കാല് പിടിച്ചും നീ ഇവിടെ തന്നെ അങ്ങ് നിന്നു. നിന്റെ ഉദ്ദേശം എന്തായിരുന്നെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. മാഡം, ഞാനൊന്ന് പറയട്ടെ. അയ്യോ, നീ ഒന്നും പറയണ്ട. ഇത്രയൊക്കെ ഒപ്പിച്ചു കൂട്ടിയില്ലേ? അല്ല, ഇതിനു മേലെ നിനക്ക് എന്താ പറയാനുള്ളത്? എടി, നീ ഒരുപാട് നിഷ്കളങ്കയായിട്ടൊന്നും അഭിനയിക്കണ്ട. ഈ കുടുംബം തകർക്കാൻ വേണ്ടി നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കുടുംബത്തിന് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല അല്ലേ? നിന്റെ ആഗ്രഹം ഇവിടെ എല്ലാവരെയും തമ്മി തല്ലിക്കുകയായിരുന്നില്ലേ? എല്ലാവരെയും ഇവിടെ നിന്ന് ഇറക്കി വിടുകയായിരുന്നു. എന്നിട്ട് സൂര്യയും സൂര്യയുടെ സമ്പത്തും വേണമെന്നുള്ള ആഗ്രഹം. ഇപ്പോ വാടക വീട്ടിൽ നിൽക്കുന്ന ആ കുടുംബം ഉണ്ടല്ലോ, ഈ വേലക്കാരിയുടെ കുടുംബം, അവരെ ഇതുപോലൊരു വീട്ടിലേക്ക് മാറ്റണമെന്നും ഇവിടത്തെ ജീവിതം പോലെ ജീവിപ്പിക്കണമെന്നൊക്കെ നിന്റെ മനസ്സിൽ ആഗ്രഹം കാണും. നിന്റെ അച്ഛനും അമ്മുമ്മയൊക്കെ അതിനുവേണ്ടി നിന്നെ ചിലപ്പോൾ നിർബന്ധിക്കുന്നുണ്ടാവും.